വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കാനായി തയ്യാറാണ്. ശ്രീ അനിൽ വിളയിൽ, ഈ നാളെ ശബരിമല നട ആരംഭിക്കാനിരിക്കെ ഭക്തരെ പിഴിയുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇതാ മറ്റൊരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. അതായത് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന 7 ചെക്ക് പോസ്റ്റുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെടുത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങി ദക്ഷിണ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന തീർത്ഥാടകർക്ക് ഒരു ഇരട്ടിപ്രഹരം എന്ന നിലയിൽ വേണ്ടേ നമ്മൾ ഈ നീക്കത്തെ നോക്കിക്കാണാൻ? ശ്രീ അനിൽ വിളയിൽ. തീർച്ചയായിട്ടും. കാരണം ഹജ്ജ് തീർത്ഥാടകർക്ക് തലോടലും ശബരിമല തീർത്ഥാടകർക്ക് തല്ലും എന്നുള്ള അവസ്ഥയിലാണ് സംസ്ഥാനത്തെ മതേതരത്വ സർക്കാർ എന്ന് പറയുന്ന പിണറായി സർക്കാർ കാണിക്കുന്ന തോന്നിവാസങ്ങൾ തന്നെയാണ്. താങ്കൾ ആ ഓർഡർ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ മനസ്സിലാകും. ശബരിമല മണ്ഡലകാലത്തേക്ക് മാത്രമാണ് ഈ അതിർത്തികളിലെ 7 ചെക്ക് പോസ്റ്റുകൾ തുറക്കുന്നതെന്ന് ആ ഓർഡറിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ GST വന്നതിന് ശേഷം രാജ്യത്തുള്ള അതിർത്തി സംസ്ഥാനങ്ങളിലെ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുവെന്ന് 2-3 മാസങ്ങൾക്ക് മുമ്പ് കേരള നിയമസഭയില് കേരളത്തിലെ ധനകാര്യമന്ത്രി പറഞ്ഞതിന് ശേഷം ശബരിമല ഭക്തരെ ചൂഷണം ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് സംസ്ഥാന സർക്കാർ അവലംബിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മതേതരത്വം എന്ന് നമ്മൾ പറയുന്നു, പക്ഷെ ഇവിടുത്തെ ഹിന്ദു ഇന്നും 2ാം കിടയാണ് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട സൂചനയാണ് ഈ കാണുന്നതൊക്കെ തന്നെ. നമ്മൾ ഹജ്ജ് തീർത്ഥാടകർക്ക് സബ്സിഡി കൊടുക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാരെ പിഴിയുക, അവരിൽ നിന്ന് പരമാവധി പണം തട്ടിയെടുക്കുക, അത് ചൂഷണമാണ്, അഴിമതിയാണ്, കൈക്കൂലിയാണ് എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഇക്കാര്യത്തിലുള്ള വിമർശനം. ഇത് മുളയിലേ നുള്ളേണ്ടതാണ്. കാരണം ഹിന്ദുവിന് വേണ്ടിയിട്ടുള്ള യാതൊരു കാര്യവും ചെയ്യാതെ അവരുടെ സ്വത്ത് മാത്രം മതി. താങ്കൾ സൂചിപ്പിച്ച പോലെ നാളെ മണ്ഡലവ്രതം ആരംഭിക്കുകയാണ്, മണ്ഡലകാലം ആരംഭിക്കുകയാണ്. യാതൊരു സൗകര്യവും ശബരിമലയിലേക്ക് ചെയ്തിട്ടില്ല. ഇത്രയും ദിവസം അവർ ചെയ്തെന്താണ്? കൊള്ളയുടെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിനിടയ്ക്ക് ഈ ശബരിമല യാത്രക്കാർക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള യാതൊരു സൗകര്യങ്ങളും ചെങ്ങന്നൂർ തൊട്ടുള്ള ഒരൊറ്റ ഇടത്താവളങ്ങളിലും ചെയ്തിട്ടില്ല. ജനം TV തന്നെ പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തീർത്തും അപലപനീയമാണ്. ഹിന്ദുവിന് തല്ലും മുസ്ലിങ്ങളായിട്ടുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് തലോടലും കൊടുക്കുന്ന ഈ സംവിധാനം വോട്ട് ചെയ്യാൻ പോകുന്ന ഹിന്ദുക്കളൊന്ന് ഓർക്കുക തന്നെ വേണം. കാരണം ഹിന്ദു കേരളത്തിൽ വളരെ ഗതികേടിലാണ്. ആ ഗതികേടിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ ചെക്ക് പോസ്റ്റുകൾ. മോട്ടോർ വാഹന വകുപ്പ് ഉടൻ തന്നെ ഈ തീരുമാനം പിൻവലിക്കണം, അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നും ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാകും. ശ്രീ അനിൽ വിളയിൽ, മറ്റൊരു കാര്യം കൂടി, അതായത് ഈ വർഷം ആദ്യം ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ പലതും നിർത്തലാക്കിയിരുന്നു. AI ക്യാമറകൾ ഉപയോഗിച്ച് ഇത് പിടികൂടാം എന്ന ഒരു നിർദ്ദേശമാണ് ആ ഘട്ടത്തിൽ വന്നത്. അപ്പോൾ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കിയ അതേ സർക്കാർ സംവിധാനം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് ഒരു ദിവസം മുൻപ് ഇത്തരം ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. സംസ്ഥാന സർക്കാർ ചെക്ക് പോസ്റ്റുകൾ അടച്ചുപൂട്ടാൻ തത്വത്തിൽ തീരുമാനമെടുത്തതാണ് മാർച്ച് മാസത്തില്. ആ തത്വത്തിലെടുത്ത തീരുമാനത്തിനെ മറികടന്നുകൊണ്ട് അഴിമതി മോട്ടോർ വാഹന വകുപ്പിനും അതിന്റെ മന്ത്രിയുടെ പാർട്ടിക്കും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായ ഒരു പദ്ധതിയാണ് ഇപ്പോൾ 7 കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള ചെക്ക് പോസ്റ്റുകൾ തുറക്കാൻ സർക്കാർ എടുത്ത തീരുമാനം. അതിനകത്ത് ഏറ്റവും വേദന സ്ഥിരമായിട്ട് ചെക്ക് പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇതിനകത്ത് സ്ഥിരമായ ചെക്ക് പോസ്റ്റ് അല്ല, ഈ മണ്ഡലകാലത്തേക്ക് മാത്രമായ ചെക്ക് പോസ്റ്റ് എന്ന് വ്യക്തമായിട്ട് നമുക്കതിൽ നിന്ന് കാണാൻ സാധിക്കും. അത് അഴിമതിയാണ്. ഹിന്ദുക്കളായിട്ടുള്ള ശബരിമലയിലേക്ക് പോകുന്ന ഭക്തജനങ്ങളോട് കാണിക്കുന്ന കൊടും ക്രൂരതയാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യ പരിഗണന. ഒരു കാര്യം കൂടെ ഓർക്കണം, ഈ വാഹനങ്ങളിൽ കുത്തി നിറച്ച് KSRTCക്ക് നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് ഭക്തജനങ്ങളെ കുത്തി നിറച്ചു കൊണ്ടുപോവാം. ഇപ്പോൾ ഒരു അന്യ സംസ്ഥാനത്തു നിന്ന് 10 പേര് കൂടുതൽ നിന്ന് വന്നാൽ അവരിൽ നിന്ന് പണം പിടുങ്ങുക എന്നുള്ള ലക്ഷ്യം ഇതിനകത്തുണ്ട്. അന്നേരം എന്തു തോന്നിയവാസവും കേരള സർക്കാരിന് കാണിക്കാം. അയ്യപ്പ ഭക്തന്മാരുടെ മേൽ കുതിര കയറാം, അവരുടെ പണം പിഴിഞ്ഞെടുക്കാം, അഴിമതി കാണിക്കാം. ഈ ഒരു ലക്ഷ്യം തന്നെയാണ് ഇതിന്റെ പിറകിലുള്ളത്. ഇതുകൊണ്ട് ഇത് കർശനമായി വിലക്കേണ്ട ഒരു സംഭവമാണിത്. വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.